നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വേനൽക്കാല സംരക്ഷണം നൽകണം. വേനൽ കടുക്കുന്നത് മറ്റ് വിളകളെ ബാധിക്കുന്നത് പോലെ റബ്ബറിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ചൂട് കൂടുന്നത് റബ്ബറിൻ്റെ ചെറുപ്രായത്തിലും വിളവെടുപ്പ് കാലത്തും ഒരുപോലെ ദോഷം ചെയ്യും. ചെറുതൈകൾ ഉണങ്ങി നശിക്കും. വിളവെടുക്കുന്ന മരങ്ങളിൽ ഉൽപ്പാദനം കുറയുന്നു. മഴ മാറിയ ശേഷമുള്ള വേനൽ മാസങ്ങളിലാണ് റബ്ബറിൻ്റെ വിളവെടുപ്പ് കൂടുതലായി നടക്കുന്നത്. ഈ മാസങ്ങളിൽ വേനൽ കടുക്കുന്നത് വിളവ് കുറയുന്നതിന് കാരണമാകും. തൈകളായാലും വലിയ മരങ്ങളായാലും മണ്ണിൽ ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് വേനൽക്കാലം തരണം ചെയ്യാൻ കഴിയൂ. മഴയുടെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക മാത്രമാണ് അതിനൊരു പോംവഴി. മാറിയ സാഹചര്യങ്ങളിൽ റബ്ബർ കൃഷിയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിന് നഴ്സറി മുതൽ വിളവെടുപ്പ് വരെയുള്ള ഘട്ടങ്ങളിൽ ആവശ്യമായ വേനൽക്കാല സംരക്ഷണം ഉറപ്പാക്കണം. നഴ്സറികളിലെയും കൃഷിയിടങ്ങളിലെയും ചെറുതൈകളെയാണ് വേനൽ കൂടുതലായി ബാധിക്കുക. അതിനാൽ നഴ്സറികളിലും തോട്ടങ്ങളിലെല്ലാം വേനലിനെ ചെറുക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കണം. വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയാൽ വേനൽക്കാലത്ത് തൈകൾക്കുണ്ടാകുന്ന വളർച്ചാ മാന്ദ്യവും മറ്റ് നഷ്ടങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാം. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന നിരപ്പുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായി നഴ്സറികൾ തയ്യാറാക്കുക. തവാർണകൾ ഉണ്ടാക്കുമ്പോൾ കളകൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനാൽ മണ്ണിൽ സൂര്യപ്രകാശം നേരിട്ട് പതിച്ച് ഈർപ്പം നഷ്ടപ്പെടുന്നു. അതിനാൽ വേനൽക്കാലത്ത് പന്തൽ കെട്ടി നഴ്സറികൾക്ക് ഭാഗികമായി തണൽ നൽകുകയും തൈകളുടെ ചുവട്ടിൽ പുതയിടുകയും വേണം. ആവശ്യത്തിന് ജലസേചനം നടത്തിയും തൈകളെ വേനൽ ചൂടിൽ നിന്ന് സംരക്ഷിക്കാവുന്നതാണ്. കൃഷിയിടങ്ങളിൽ റബ്ബർ കൃഷിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. സൂര്യാഘാതം കുറയ്ക്കുന്നതിന് ഒട്ടുകണ്ണ് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കുന്ന വിധത്തിൽ തൈകൾ നടണം. വേനലിൻ്റെ കാഠിന്യം കൂടുതൽ ബാധിക്കുന്നത് 1 മുതൽ 4 വരെ വർഷം പ്രായമായ തൈകൾക്കാണ്. നടീലിന് ശേഷം ആദ്യത്തെ 2 വർഷങ്ങളിൽ ശരിയായ വേനൽക്കാല സംരക്ഷണം നൽകിയില്ലെങ്കിൽ തൈകൾ ഉണങ്ങിപ്പോകുന്നത് സാധാരണയാണ്. തൈകൾ വളർന്ന് അവയുടെ ഇലച്ചിൽ കൂട്ടിമുട്ടി തോട്ടത്തിൽ തണലാകുന്നതുവരെ ഭൂമിയിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനാൽ മണ്ണിൽ നിന്ന് വലിയൊരളവിൽ ഈർപ്പം നഷ്ടപ്പെടാനിടയാകുന്നു. വേനലിൻ്റെ കാഠിന്യം തൈകളെ ബാധിക്കാതിരിക്കാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. മറച്ചുകെട്ടൽ. നഴ്സറികളിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് മാറ്റി നടുന്ന തൈകളെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് അവ മറച്ചു കെട്ടണം. മെടഞ്ഞ തെങ്ങോല, ഈറ, ഉപയോഗശൂന്യമായ തുണി എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഷീറ്റുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ മറവയ്ക്കുന്നതിന് അത്തരം വസ്തുക്കൾ ഒഴിവാക്കേണ്ടതുണ്ട്. തണൽ നൽകുന്ന വസ്തുക്കളിലൂടെ ചിതൽ പടരാതെ നോക്കണം. പുതയിടൽ. തൈകൾക്ക് മറം നൽകി വേനൽച്ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനൊപ്പം മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയുകയും വേണം. തൈകളുടെ ചുവട്ടിൽ പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുന്നതിന് സഹായിക്കും. ഉണങ്ങിയ കളകൾ, കരിയിലകൾ, ചപ്പ് ചവറുകൾ എന്നിവയെല്ലാം പുതയിടുന്നതിന് ഉപയോഗിക്കാം. കളകളോ പയറുവള്ളികളോ ഉപയോഗിക്കുമ്പോൾ 1-2 ദിവസം വെയിലത്ത് കിടന്ന് വാടിയതിനു ശേഷം ഇടുന്നതാണ് നല്ലത്. കളകളെ അമർച്ച ചെയ്യുന്നതിനും പുതയിടൽ നല്ലതാണ്. ആവരണ വിളകൾ. തോട്ടപ്പയർ വളർത്തുന്നതും പുതയിടുന്നത് പോലെ തന്നെ ജലസംരക്ഷണത്തിനും പറ്റിയ മാർഗമാണ്. പയറുവർഗത്തിൽപ്പെട്ട ചെടികളാണ് ആവരണ വിളകളായി വളർത്തുന്നത്. അവ മണ്ണിൽ ഒരാവരണമായി നിലനിൽക്കുന്നതിനാൽ മണ്ണിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നഷ്ടപ്പെടുന്നത് കുറയ്ക്കും. മണ്ണിന് കൂടുതൽ ചൂടേൽക്കാതിരിക്കുന്നതിനും ജീവാണുക്കളെ സംരക്ഷിക്കുന്നതിനും ആവരണ വിളകൾക്ക് കഴിയും. പയറുവർഗത്തിൽപ്പെട്ട ചെടികൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ ആഗിരണം ചെയ്യാൻ കഴിവുള്ളതിനാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴക്കാലത്ത് കളകളെ അമർച്ച ചെയ്യുന്നതിനും വേനൽക്കാലത്ത് ഈർപ്പം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ആവരണ വിളകൾ കൃഷിയുടെ ആദ്യ വർഷം തന്നെ നട്ടുപിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇടവിള കൃഷി. തൈകൾ നട്ട് 3 വർഷം വരെ തോട്ടത്തിൽ അനുവദനീയമായ ഇടവിളകൾ കൃഷി ചെയ്യുന്നത് തൈകളെ ഒരു പരിധിവരെ വേനൽ നിന്ന് രക്ഷിക്കും. റബ്ബറുമായി മത്സരിച്ച് വളരാത്തതും ആവശ്യത്തിന് തണൽ നൽകുന്നതുമായ വിവിധ ഇനം വാഴകൾ ഇതിന് യോജിച്ചവയാണ്. വെള്ളപൂശൽ. തൈകൾ നട്ട് 2-ാം വർഷം മുതൽ അവയുടെ തായ്തടിയിൽ വെള്ള പൂശുന്നത് വേനൽ ചൂടിൽ നിന്നും അവയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് ഉപകരിക്കും. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പായി തായ്തടിയിൽ തവിട്ട് നിറമുള്ള ഭാഗത്തു മാത്രമാണ് വെള്ള പൂശേണ്ടത്. മരങ്ങളുടെ ഇലച്ചിൽ കൂട്ടിമുട്ടി തോട്ടത്തിൽ തണലാകുന്ന പ്രായം വരെ ഇത് തുടരാവുന്നതാണ്. ചുണ്ണാമ്പും കളിമണ്ണുമാണ് സാധാരണയായി വെള്ളപൂശലിന് ഉപയോഗിക്കുന്നത്. വെളുത്ത പ്രതലത്തിൽ തട്ടുന്ന സൂര്യപ്രകാശം ആഗിരണം ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ് വെള്ളപൂശലിന് പിന്നിലെ തത്വം. അതിനാൽ ചുണ്ണാമ്പിനോടൊപ്പം തുരിശ് ചേർക്കേണ്ടതില്ല. ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളിൽ ഇലപ്പടർപ്പ് വളർന്നു മൂടി തോട്ടത്തിനാകമാനം തണൽ നൽകുമെന്നതിനാൽ മറവയ്ക്കുകയോ പുതയിടുകയോ ചെയ്യേണ്ടതില്ല. വിളവ് കൂടിയ ഇനങ്ങൾ 3 ദിവസത്തിലൊരിക്കൽ ടാപ്പ് ചെയ്യാനാണ് റബ്ബർ ബോർഡിൻ്റെ ശുപാർശ. ഈ സാഹചര്യത്തിൽ പരമാവധി ടാപ്പിംഗ് ദിനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ വേനൽക്കാലത്തും ടാപ്പ് ചെയ്യേണ്ടി വരും.
വേനൽക്കാലത്ത് ടാപ്പിംഗ് ആദായകരമായി തുടരണമെങ്കിൽ തോട്ടങ്ങളിൽ ഈർപ്പം നിലനിർത്തണം. ഇതിനായി മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ തോട്ടങ്ങളിൽ നീർക്കുഴികൾ എടുക്കണം. തീപിടുത്തം തടയാൻ വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീപിടുത്തം മൂലമുള്ള നാശനഷ്ടങ്ങൾ ഏറെയാണ്. തീപിടുത്തം ഉണ്ടാകാതെ ജാഗ്രത പുലർത്തുകയാണ് ഏറെ അഭികാമ്യം. തോട്ടത്തിന് ചുറ്റും 5 മുതൽ 7 മീറ്റർ വീതിയിൽ ഉണങ്ങിയ പുല്ലും കരിയിലയും ചപ്പ് ചവറുകളും നീക്കം ചെയ്ത് ഫയർ ബെൽറ്റ് തീർക്കുന്നത് തീപിടുത്തം തടയാൻ സഹായിക്കും. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.